കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദശദിന മഹോത്സവത്തിന് തുടക്കമായി. ഇതിന്റെ ഭാഗമായി കൊടിയേറ്റ് നടന്നു. കായംകുളം കീരിക്കാട് തെക്ക് 334 നമ്പർ SNDP ശാഖായോഗം വക മൂലേശ്ശേരിൽ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ദശദിന ഉത്സവത്തിന് തുടക്കമായി. ക്ഷേത്രതന്ത്രി ശിവഗിരി മഠം ശിവനാരായണ തീർത്ഥസ്വാമിയുടെയും മേൽശാന്തി ബിനീഷ് രാജിന്റെയും മുഖ്യ കാർമ്മികത്വത്തിൽ ദശദിന മഹോത്സവത്തിന് കൊടിയേറി. പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി മുടിയെഴുന്നള്ളത്ത്, കുലവാഴവെട്ടൽ, ശിവരാത്രി ദിനത്തിൽ 13 നന്ദികേശ സമിതികളുടെ നന്ദികേശ സമർപ്പണം, ഇരുകരകളുടെയും വക പകൽ കെട്ടുകാഴ്ചകൾ, നാടൻപാട്ട്, ഗാനമേള, നാടകം എന്നിവ നടക്കും. ഓം ശ്രീനാരായണ പരമഗുരുവ. ഓം നമഃശിവായ. ബഹുമാന്യരായ സജ്ജനങ്ങളെ, മൂലേശ്ശേരി മഹാദേവന്റെ തിരുവുത്സവത്തിന്റെ തൃക്കൊടിയേറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നു മുതൽ 10 നാള് മാർച്ച് 4-ാം തീയതി വരെയാണ് ഉത്സവാദി സമയം. ഈ സമയത്ത് തന്ത്രശാസ്ത്രം അനുസരിച്ച് ഭഗവാൻ ഉണർന്നിരിക്കുന്ന കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിൽ ഭഗവാന്റെ തിരുസന്നിധാനത്തിൽ വന്ന് ഭജിക്കുന്നവർക്കും പ്രാർത്ഥിക്കുന്നവർക്കും മഹാദേവന്റെ അനുഗ്രഹവർഷം ലഭിക്കുന്നതാണ്. ഈ ഉത്സവം എന്ന് പറഞ്ഞാൽ സർവ്വലോകങ്ങൾക്കും മംഗളം ചെയ്യുന്നതാണ്. അങ്ങനെയുള്ള ആ മംഗള കാലഘട്ടത്തിൽ ഭഗവാനെ ദർശിക്കുക, ഭഗവാന് വഴിപാട് കളക്കുക, ഭഗവാന്റെ തിരുമ്പിൽ കാഴ്ചരീയങ്ങൾ സമർപ്പിക്കുകയൊക്കെയും അനുഗ്രഹദായകമാണ്. അനുകമ്പാമൂർത്തിയും ആശ്രിതവത്സരനും മഹാസ്വരൂപനുമായിരിക്കുന്ന മഹാദേവന്റെ തിരുവുത്സവത്തിൽ എല്ലാ സജ്ജനങ്ങളും പങ്കെടുത്ത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവർഷം അനുസൃതമുണ്ടാകട്ടെ. എല്ലാ സജ്ജനങ്ങൾക്കും തിരുവുത്സവ ആശംസകൾ നേരുന്നു. എല്ലാവരെയും ഭഗവാന്റെയും ഭഗവതിയുടെയും തിരുസന്നിധാനത്തിലേക്ക് സ്നേഹാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഓം നമഃശിവായ.
ചടങ്ങുകൾക്ക് പ്രസിഡന്റ് പി വി ശശിധരൻ, വൈസ് പ്രസിഡന്റ് എം കെ പ്രദീപ്, സെക്രട്ടറി മണിക്കുട്ടൻ, യൂണിയൻ കമ്മിറ്റി അംഗം ശിശുപാലൻ, ദേവസ്വം സെക്രട്ടറി വി എം രാജഗോപാൽ, കമ്മിറ്റി അംഗങ്ങളായ പത്മാക്ഷൻ, ബാബു, അജിത് കുമാർ, മണിലാൽ, വിഷ്ണുരാജ്, പ്രവീൺ, സോമൻ, രാധാകൃഷ്ണൻ, വിഷ്ണുദാസ്, ശിവപ്രസാദ് തുടങ്ങിയവർ നേതൃത്വം നൽകുന്നു. കായംകുളം SNDP യൂണിയൻ സെക്രട്ടറി പി പ്രദീപ് ലാൽ, യൂണിയൻ കമ്മിറ്റി അംഗം പനക്കൽ ദേവരാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. CD ന്യൂസ് കായംകുളം.